സോ ഈ എക്സാമ്പിളിൽ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡ് എന്ന് പറയുന്ന ഓപ്പറേഷൻ എങ്ങനെയാണ് ബേസിക് പൈത്തൺ ഫങ്ഷണാലിറ്റി ഉപയോഗിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കാൻ നോക്കാം. സോ ആദ്യമായിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സോ ഒരു ഡേറ്റയിൽ വരുന്ന ഒരു ന്യൂമറിക് ആയിട്ടുള്ള ഡേറ്റയിൽ വരുന്ന ഏറ്റവും മോസ്റ്റ് റിപ്പീറ്റിംഗ് ആയിട്ടുള്ള വാല്യൂവിനെയാണ് നമ്മളതിൻ്റെ മോഡായിട്ട് പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പം എക്സ് എന്ന് പറയുന്ന ലിസ്റ്റ് ഓഫ് വാല്യൂസിൽ എനിക്ക് 1 2 3 4 2 7 6 ഇപ്പം ഇതിൽ എല്ലാ നമ്പറും ഒരു തവണ വീതമാണ് വന്നിട്ടുള്ളത് എക്സെപ്റ്റ് 2 എന്ന് പറയുന്ന നമ്പർ. സോ ഇതിൽ 2 ടൈംസ് വന്നിട്ടുണ്ട്. സോ ഇതിൽ മോഡ് എന്ന് പറയുന്നത് 2 ആണ്. ഇനി സപ്പോസ് വേറൊരു നമ്പർ കൂടെ വന്നു എന്ന് വിചാരിക്കുക, അതായത് ഇതിൻ്റെ കൂടെ 6ഉം 1 മോർ ടൈം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഇതിൽ 2 ടൈംസ് വീതം വന്നിട്ടുള്ളത് 2ഉം ഉണ്ട്, അതുപോലെ 6ഉം ഉണ്ട്. അപ്പം ഇത് രണ്ടും മോഡ് എന്നുള്ള രീതിയിലായിരിക്കും ഇതിൻ്റെ ഡെഫിനിഷൻ വരുന്നത്. ഇനി ഈ ഡേറ്റയിൽ നമുക്ക് 4 എന്ന് പറയുന്ന നമ്പർ നമുക്ക് 2 തവണ കൂടെ വന്നു എന്ന് വിചാരിക്കുക, അതായത് 4 3 ടൈംസ് വന്നു എന്നുണ്ടെങ്കിൽ അപ്പോൾ 2ഉം 6ഉം ആയിരിക്കില്ല മോഡ് എന്ന് പറയുന്നത്, 4 എന്ന് പറയുന്നതായിരിക്കും ഇതിൻ്റെ അകത്ത് വരുന്നത്. കാരണം അത് 3 ടൈംസ് വന്നിട്ടുണ്ട്. ഏറ്റവും മോസ്റ്റ് ഫ്രീക്വൻ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് 4 ആണ്. ഇനി സപ്പോസ് ചിലപ്പം റിപ്പീറ്റേഷൻ ഒന്നും ഇല്ലാതെയും നമുക്ക് വരാം. ഇപ്പം 1 2 3 4 എല്ലാം ഓരോ തവണ വീതേ വന്നിട്ടുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഡേറ്റയിൽ നോ മോഡ് കണ്ടീഷനാണ്. അതായത് ടെക്നിക്കലി ഈ ഡേറ്റയ്ക്ക് മോഡ് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഡെഫിനിഷനിൽ വരുന്നത്. അപ്പം ഈ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തുകൊണ്ട് നമുക്കെങ്ങനെ ഒരു പൈത്തൺ കോഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് നോക്കാം. സോ ആദ്യമായിട്ട് നമുക്ക് ആ വേരിയബിൾ ക്രിയേഷൻ പാർട്ടിലോട്ട് പോകാം. സോ എക്സ് എന്ന് പറയുന്ന വേരിയബിളിൽ ഞാൻ കുറച്ച് നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യുവാണ്. സോ ഇവിടെ 1 എന്ന് പറയുന്ന നമ്പർ ഞാൻ 2 ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. സോ അടുത്ത ലെവലിൽ നമുക്ക് ചെയ്യേണ്ടത് ഓരോ എലമെൻറ്റ്സിലും എത്ര തവണ വീതം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കണം. സോ അതിനായിട്ട് നമുക്ക് ലിസ്റ്റിൻ്റെ കൗണ്ട് എന്ന് പറയുന്ന ഫങ്ഷണാലിറ്റി നോക്കാം. അപ്പോൾ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമ്മളൊരു ആർഗ്യുമെൻറ്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്ര തവണ വന്നിട്ടുണ്ട് എന്നുള്ളൊരു റിസൾട്ടാണ് നമുക്ക് തരിക. സോ ഇപ്പം 1 കൊടുത്തു കഴിഞ്ഞാലും 2 കൊടുത്തു കഴിഞ്ഞാലും ഓക്കെ നമുക്ക് അതിൻ്റെ എത്ര വീതം എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. സോ ഇവിടെ 1 എന്ന് പറയുന്ന നമ്പർ കൊടുക്കുമ്പോൾ അത് 2 ടൈംസ് വന്നിട്ടുണ്ട്. നേരെ മറിച്ച് 2 അല്ലെങ്കിൽ 3 4 വേറെ ഏത് നമ്പർ കൊടുത്താലും സിംഗിൾ ടൈമാണ് വരുന്നത്. സോ അതിൻ്റെ ടോട്ടൽ കൗണ്ടാണ് തരുന്നത്, ആ ഒരു പർട്ടിക്കുലർ എലമെൻറ്റ് ആ ലിസ്റ്റിൽ എത്ര തവണ വന്നിട്ടുണ്ട് എന്നുള്ളതിൽ. ഇനി ഇതിലില്ലാത്തൊരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വി ഷുഡ് ഗെറ്റ് 0. ഓക്കെ, സോ ഈ ഒരു മെത്തേഡിൽ നമുക്ക് അതിൻ്റെ ഓരോ എലമെൻറ്റിൻ്റെയും കൗണ്ട് എടുക്കാൻ സാധിക്കും. സോ ഈ ഇൻഫർമേഷൻ നമുക്കപ്പോൾ എല്ലാ എലമെൻറ്റ്സും എത്ര തവണ വീതം റിപ്പീറ്റ് ചെയ്തു എന്ന് നോക്കണം. എന്നിട്ട് അത് വി നീഡ് ടു സ്റ്റോർ സംവെയർ. സോ അത് ചെയ്യാനായിട്ട് നമുക്കൊരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാം. സോ ഡിക്ഷണറിയിൽ ഞാൻ കീ വാല്യൂസ് ആയിട്ട് ഞാനൊരു എംപ്റ്റി ഡിക്ഷണറി ആയിട്ട് ക്രിയേറ്റ് ചെയ്യുവാണ്. സോ കീ വാല്യൂസ് ആയിട്ട് ഈ ഐറ്റം നെയിംസ്, യൂണീക്ക് ആയിട്ടുള്ള ഐറ്റം നെയിംസും പെയർ വാല്യൂസ് ആയിട്ട് അതിൻ്റെ എലമെൻറ്റ്സ് എത്ര തവണ വീതം വന്നു എന്നുള്ളതും ആയിരിക്കും ഞാൻ സ്റ്റോർ ചെയ്യുന്നത്. സോ അത് ചെയ്യാനായിട്ട് എനിക്കിതിൻ്റെ യുണീക്ക് ആയിട്ടുള്ള ലിസ്റ്റ് എടുത്താൽ മതി. സോ യുണീക്ക് ആയിട്ടുള്ള ലിസ്റ്റ് കൺവേർട്ട് ചെയ്യാനായിട്ട് യുണീക്ക് ആയിട്ടുള്ള എക്സ് വാല്യൂസ് എടുക്കാനായിട്ട് ഞാനിതിനെ ജസ്റ്റ് സെറ്റ് ഓപ്പറേഷൻ ചെയ്യുവാണ്. തിരിച്ചതിനെ ഒന്നുകൂടെ ലിസ്റ്റ് ആക്കാനായിട്ട് ലിസ്റ്റ് ഫങ്ഷൻ വിളിക്കുകയാണ്. സോ എനിക്കിപ്പം യുണീക്ക് എക്സിൻ്റെ അകത്ത് യുണീക്ക് ആയിട്ടുള്ള എക്സ് വാല്യൂസിൻ്റെ എന്തൊക്കെയാണെന്നുള്ളത് ഉണ്ടാവും. സോ മേ ബി നമുക്കതിനെ ഒന്ന് സോർട്ട് കൂടെ ചെയ്യാം. ഓക്കെ, സോ ഇനി ഞാൻ ചെയ്യേണ്ടത് ഓരോരോ ഐറ്റംസ് ആയിട്ട് ഐട്രേറ്റ് ചെയ്ത് അത് എത്ര തവണ വീതം ഈ എക്സിൽ വന്നിട്ടുണ്ടോ എന്ന് കൗണ്ട് എടുക്കണം. സോ അതിനായിട്ട് ഞാനൊരു ഫോർ ലൂപ്പ് എഴുതുവാണ്. ഫോർ ഐറ്റം ഇൻ എക്സ് പ്രിൻറ്റ് എക്സ് ഡോട്ട് കൗണ്ട് ഐറ്റം. സോ ഇതിൽ 1 2 ടൈംസും ബാക്കിയെല്ലാം 1 ടൈം വീതമാണ് വരുന്നത്. സോ ഈ ഐട്രേഷൻ നമുക്ക് യുണീക്ക് ആയിട്ടുള്ള ഇതിൽ ചെയ്താൽ മതി, കാരണം എല്ലാം റിപ്പീറ്റേഷൻ നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. സോ 1 2 ടൈംസും ബാക്കിയെല്ലാം ഓരോ തവണ വീതമാണ് വന്നിട്ടുള്ളത് നമുക്ക് മനസ്സിലായി.
അപ്പോൾ ഇതിൽ നമുക്ക് ഓരോ എലിമെൻറ്റ്സിൻ്റെയും കൗണ്ട് അറിയാം. അതുപോലെ ഐറ്റം കൂടെ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഐറ്റമാണ് ഇത്ര തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നു എന്നുള്ള ഇൻഫർമേഷൻ കൂടെ കിട്ടും. സോ 1 2 ടൈംസ്, 2 1 ടൈം, 3 and 4 and 5 ആർ 1 ടൈം വീതം സ്റ്റോറാണ്. സോ ഈ ഇൻഫർമേഷൻ നമുക്ക് ഈ പറയുന്ന ഡിക്ഷണറിയിലോട്ട് സ്റ്റോർ ചെയ്യാം. സോ അത് സ്റ്റോർ ചെയ്യാനായിട്ട് കീ വാല്യൂ ആയിട്ട് ഈ ഐറ്റം നെയിമും പെയർ വാല്യൂ ആയിട്ട് ഈ കൗണ്ട് വാല്യൂവും കൊടുക്കാം. സോ ഐറ്റം കൗണ്ടറിൻ്റെ കീ വാല്യൂ ആയിട്ട് ഐറ്റം എന്താണോ നമ്മുടെ നമ്പർ എന്നുള്ളതും അത് എത്ര തവണ റിപ്പീറ്റ് ചെയ്തു എന്നുള്ളത് അതിൻ്റെ പെയർ വാല്യൂ ആയിട്ടും കൊടുക്കാം. സോ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഐറ്റം കൗണ്ടർ എന്ന് പറയുന്ന വേരിയബിൾ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ എലമെൻറ്റ്സിൻ്റെയും ആക്ച്വൽ എലമെൻറ്റ് വാല്യൂവും ദെൻ അതിൽ എത്ര തവണ റിപ്പീറ്റ് ചെയ്ത് വന്നു എന്നുള്ളതും നമുക്ക് ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. ഇനി ഈ കൗണ്ടറിൻ്റെ പെയർ വാല്യൂസ് എടുത്തു കഴിഞ്ഞാൽ, അതായത് കൗണ്ട് വാല്യൂസിൽ ഏറ്റവും മാക്സിമം വരുന്ന ഏതാണെന്ന് നമുക്കറിയണം. സോ ഡോട്ട് വാല്യൂസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിച്ചു കഴിഞ്ഞാൽ ഇത് വന്നിട്ടുള്ള വാല്യൂസ് നമുക്ക് കിട്ടും. ഇതിൻ്റെ അകത്തുനിന്ന് ഏറ്റവും മാക്സിമം വന്നിട്ടുള്ളത് ഏതാണെന്ന് നോക്കുക. സോ മാക്സ് ഫംഗ്ഷൻ വിളിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മാക്സിമം റിപ്പീറ്റേഷൻ വന്നിട്ടുള്ളത് ഏതാണെന്ന് അറിയാൻ പറ്റും. സോ ഒന്നിലധികം എലമെൻറ്റ്സ് ചിലപ്പോൾ നമുക്ക് ഇതുപോലെ 2 ടൈംസ് റിപ്പീറ്റ് ചെയ്ത് വരാം. സോ അതായത് മൾട്ടി മൊഡാലിറ്റി ഉള്ള ഡേറ്റയിലാണെങ്കിൽ ഒന്നിലധികം എലമെൻറ്റ്സ് 2 അതിലധികമോ തവണ റിപ്പീറ്റ് ചെയ്ത് വരാം. അപ്പോൾ അതെല്ലാം ഇതിന് മോഡായിട്ട് വരും. അതായത് നമ്മളിവിടെ പറഞ്ഞ എക്സാമ്പിളിൽ 2ഉം 6ഉം ഒരുപോലെ മോഡായി വരുന്ന കേസുകളുണ്ട്. സോ ഇതാണ് നമ്മുടെ മാക്സിമം റെപ്പറ്റീഷൻ. സോ ഞാനതൊരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാം. വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നു. ഇനി ഈ മാക്സിമം റെപ്പറ്റീഷൻ വന്നിട്ടുള്ള വാല്യൂസ് ഏതൊക്കെയാണെന്ന് എനിക്കറിയണം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഈ ലൂപ്പിൽ ഒന്നുകൂടെ പോവുകയാണ്. അപ്പോൾ ഞാൻ ഈ ഡിക്ഷണറി വൈസസ് അതിനെ ഐട്രേറ്റ് ചെയ്യണം. സോ ഡിക്ഷണറി വൈസ് ഐട്രേഷൻ ചെയ്യാനായിട്ട് ഫോർ കീ കോമ വാല്യൂ ഇൻ നമ്മുടെ ഡിക്ഷണറി നെയിം ഡോട്ട് ഐറ്റംസ്. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ കീയും വാല്യൂവും പ്രിൻറ്റ് ചെയ്യാം, ജസ്റ്റ് ടു മേക്ക് ഷുവർ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയ പോലെ തന്നെ യൂണീക്ക് ആയിട്ടുള്ള എലമെൻറ്റ്സും അതിൻ്റെ റിപ്പീറ്റേഷൻ വാല്യൂവും ഉണ്ട്. ഇനി നമുക്ക് മാക്സിമം റിപ്പീറ്റേഷൻ ടൈം വന്നിട്ടുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കണം. സോ ഇഫ് വാല്യൂ ഡബിൾ ഈക്വൽ ടു മാക്സിമം റിപ്പീറ്റേഷൻ ആണെങ്കിൽ അതിൻ്റെ കീ വാല്യൂ ആയിരിക്കും നമ്മുടെ വൺ ഓഫ് ദ മോഡ് എന്ന് പറയുന്നത്. സോ ആ മോഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു empty ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. സോ ഇതിൽ വരുന്ന വാല്യൂ അല്ലെങ്കിൽ കീ ആണ് നമ്മുടെ മോഡ് എന്ന് പറയുന്നത്. സോ ഞാൻ മോഡ്സ് എന്ന് പറയുന്ന ഇതിലോട്ട് അപ്പെൻഡ് ചെയ്യുവാണ്. ഓക്കെ, സോ ഇത്രയും ചെയ്തതിന് ശേഷം ഞാൻ പ്രിൻറ്റ് മോഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വരുന്ന ഒന്നിലധികമോ മോഡ്സ് ഉണ്ടെങ്കിൽ അതൊരു ലിസ്റ്റായിട്ട് തന്നെ പ്രിൻറ്റ് ചെയ്യും. സോ ഈ കേസിൽ മോഡായിട്ട് വരുന്നത് 2 എന്ന് പറയുന്ന എനിക്കിതിൻ്റെ കീ ആണ് അപ്പെൻഡ് ചെയ്യേണ്ടത്, നോട്ട് വാല്യൂ. 1 എന്ന് പറയുന്ന നമ്പറാണ് ഇതിൻ്റെ മോഡ്, കാരണം അതാണ് 2 ടൈംസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. സപ്പോസ് 3 എന്ന് പറയുന്ന നമ്പറും 2 ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 മോഡ് വരും. അപ്പം 1 and 3 ബോത്ത് ആർ മോഡ്സ്. ഇനി റിപ്പീറ്റേഷൻ ഒരു നമ്പറിനും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു empty ലിസ്റ്റ് ആയിരിക്കും കിട്ടേണ്ടത്. One, two, three, four. ഓക്കെ, സോ ഇവിടെ നമ്മൾ മാക്സിമം റെപ്പിറ്റേഷൻ എന്ന് പറയുന്നത് കൂടാതെ തന്നെ വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് കൂടെ ഒരു കണ്ടീഷൻ കൊടുക്കണം. കാരണം സിംഗിൾ ടൈം റിപ്പീറ്റ് ചെയ്താൽ പോരാ. ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, സോ ഈ കേസിൽ empty ലിസ്റ്റാണ്. 5 എന്ന് പറയുന്ന നമ്പർ 3 ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 5 എന്ന് പറയുന്നതായിരിക്കും മോഡ്.
1 എന്ന് പറയുന്ന നമ്പറും 3 ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 5 and 1 ആയിരിക്കും ഇതിൽ മോഡ്. സോ ഇനി എം ടി ലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാം. സോ എം ടി ലിസ്റ്റ് ആണെങ്കിൽ നോ മോഡ് എക്സിസ്റ്റ് എന്ന് പറയുന്ന ഒരു കമാൻഡ് കൂടെ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു മെസ്സേജ് കൂടെ കൊടുക്കാം. No mode exists for the data. അല്ലാത്ത സിനാരിയോ ആണെങ്കിൽ എൽസ് സിനാരിയോയിലാണെങ്കിൽ സോ ഈ രീതിയിൽ നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. അതായത് ഇവിടെ ഇപ്പം ഈ ഗിവൺ സിനാരിയോയിൽ 1ഉം 5ഉം 3 ടൈംസ് വീതം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും ഇതിൻ്റെ മോഡാണ്. ഇനി 1 2 ടൈംസേ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളൂ എന്ന് വിചാരിക്കുക, 5 3 ടൈംസ്. അപ്പോൾ മോഡ് എന്ന് പറയുന്നത് 5 മാത്രമാണ്. ഇനി എല്ലാം ഓരോ തവണ ഇതേ വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി നോ മോഡ് ഡിഫൈൻ ഫോർ ദ ഡേറ്റ. സോ നോ മോഡ് എക്സിസ്റ്റ് ഫോർ ദ ഡേറ്റ എന്ന് പറയുന്ന ഔട്ട്പുട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ഈ രീതിയിൽ നമുക്ക് മോഡ് ഫങ്ഷനാലിറ്റി, സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡ് എന്ന് പറയുന്ന ഫങ്ഷനാലിറ്റി ബേസിക് പൈത്തൺ ഡിക്ഷണറി ആൻഡ് ഡേറ്റ ടൈപ്സ് യൂസ് ചെയ്ത്, ഫോർ ലൂപ്പ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും.